ഹലോ, വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻറ്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മളിപ്പം 6ാം ക്ലാസ് ആണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 11ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 10 ചാപ്റ്റേഴ്സ് വരെ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കണ്ട് പഠിക്കാം കേട്ടോ. ഇന്നത്തെ ചാപ്റ്ററിൻ്റെ പേര് സമൂഹ ജീവിതത്തിലെ വൈവിധ്യം എന്നാണ്. സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്കങ്ങനെ ബൈ ഹാർട്ട് പഠിക്കാനുള്ള ഫാക്റ്റുകളൊന്നുമില്ല, നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അപ്പോൾ ജസ്റ്റ് വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ഗോത്ര സമൂഹം എന്താണെന്നുള്ളതാണ്. അവിടെ ഒരു ഇമേജും കൊടുത്തിട്ടില്ലേ? കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ ഒന്നുമായി ബന്ധപ്പെട്ടൊരു ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഗോത്ര സമൂഹങ്ങൾക്ക് തനതായ ജീവിത രീതികളുണ്ട്. നമ്മുടെ ദേശത്തെ ആദ്യകാല സമൂഹങ്ങളുടെ പിന്മുറക്കാരാണിവർ. ഇന്ന് ഇവരിൽ ഭൂരിഭാഗം പേരും പൊതുവെ കാടുകളിലോ കുന്നിൻ മുകളിലോ ഉൾപ്രദേശങ്ങളിലോ ഒറ്റപ്പെട്ട താഴ്വരകളിലോ താമസിക്കുന്നു എന്ന് മാത്രം. അപ്പം ഗോത്രം എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ജനവിഭാഗമാണ് ഗോത്ര സമൂഹം എന്ന് പറയുന്നത്. അവർ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നുണ്ട്. അപ്പം ഗോത്ര സമൂഹം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പൊതുപ്രദേശത്ത് താമസിക്കുകയും അവരുടേതായ ഒരു തനത് ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിനാണ് നമ്മൾ ഗോത്ര സമൂഹം എന്ന് പറയുന്നത്. കേരളത്തിലെ ഗോത്ര സമൂഹങ്ങൾ 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി 35 ഗോത്ര സമൂഹങ്ങളുണ്ട്. പല ജില്ലകളിൽ ചിതറിക്കിടക്കുന്ന പണിയറാണ് എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കുക. 1976 ഭേദഗതി ചെയ്ത പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് എത്ര ഗോത്ര സമൂഹങ്ങളുണ്ട്? 35 ഗോത്ര സമൂഹങ്ങളാണുള്ളത്. അതിൽ കൂടുതലുള്ളത് ആരാണ്? പണിയറാണ് കൂടുതലായിട്ടും കാണപ്പെടുന്ന ഗോത്ര വിഭാഗക്കാർ. ഇനി ഗോത്ര സമൂഹത്തിൻ്റെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ, ഗോത്രവർഗത്തിൽപ്പെടുന്നവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻ മുകളിലോ ഒറ്റപ്പെട്ടു കിടക്കുന്ന താഴ്വരകളിലോ ആണ് താമസിക്കുന്നത്. ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു. മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് ഇവർ നയിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നത്. ഇവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായ ഭാഷയുണ്ട്. ഇവ തനതായ ലിപികളില്ലാത്ത സംസാര ഭാഷയാണ്. അപ്പോൾ ഇവരുടെ താമസ സ്ഥലം എവിടെയാണ്? കൂടുതലും കാടുകളിലും മലയോരങ്ങളിൽ കുന്നിൻ മുകളിൽ താഴ്വര അവിടെയൊക്കെയാണ് അവർ കൂട്ടമായിട്ട് താമസിക്കുന്നത്. പിന്നെ അവരുടെ ജോലി എന്ന് വെച്ചാൽ കൃഷി ചെയ്തിട്ടാണ്. അതേപോലെ പരമ്പരാഗത കുലത്തൊഴിലുകളുമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവരുടെ സംസാര ഭാഷ ഒരു പ്രത്യേക ഭാഷയിലായിരിക്കും. അതായത് ഓരോ ഗോത്ര വിഭാഗക്കാരും ഓരോ ഭാഷയിലായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കാം. അവ എന്താണ്? ലിപികളില്ലാത്ത ജസ്റ്റ് സംസാര ഭാഷയാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ മലയ സമൂഹം ഉപയോഗിക്കുന്ന ചില പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഷ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ടിയാറ് എന്ന് വെച്ചാൽ എന്താണ്? ഭാര്യ എന്നാണ് അർത്ഥം. വേത്താറ് ഭർത്താവ്, അപ്പൻ അച്ഛൻ, പേപ്പൻ അപ്പൂപ്പൻ, മോളാറ് മകൾ, മോനാറ് മകൻ, ആച്ചി ചേച്ചി, ചാട്ടൻ ജ്യേഷ്ഠൻ. ഇതൊക്കെ അവരുടെ ആ ഒരു ഭാഷ കൊടുത്തിട്ടുണ്ട്. ഗോത്ര സമൂഹങ്ങൾക്ക് അവരുടേതായ സവിശേഷ ജീവിത രീതിയുണ്ട്. പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്നവരാണവർ. അവരുടെ സാമൂഹിക ജീവിതം രൂപപ്പെടുത്തുന്നതിൽ ഭൂമിശാസ്ത്ര പ്രത്യേകതകൾക്ക് സുപ്രധാന പങ്കുണ്ട്. ഗോത്ര സമൂഹങ്ങൾ അവരുടെ ചരിത്രമോ അറിവുകളോ എഴുതി വയ്ക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല. അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടെയാണെങ്കിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഊര് എന്നറിയപ്പെടുന്നു. ഓരോ ഊരിനും ഒരു നേതാവ് ഉണ്ടാകും. അദ്ദേഹത്തെ ഊര് മൂപ്പൻ എന്ന് ആദരവോടെ വിളിക്കുന്നു. ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനോ മൂപ്പനടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതിയോ ആയിരിക്കും. വിവാഹം, തർക്കങ്ങൾ, അനുഷ്ഠാന മുറകൾ എന്നിവയിലെല്ലാം തീരുമാനമെടുക്കാൻ മൂപ്പനോ മുതിർന്ന സമിതിക്കോ പരമാധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു ഭരണത്തെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറേ ഗോത്ര സമൂഹങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതിനാണ് നമ്മൾ ഊര് എന്ന് പറയുന്നത്. ഓരോ ഊരിനും എന്തുണ്ടായിരിക്കും? ഒരു നേതാവ് ഉണ്ടായിരിക്കും. ഊര് മൂപ്പൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ അദ്ദേഹത്തിനായിരിക്കും ആ ഒരു പരമാധികാരം ഉണ്ടായിരിക്കും. അവിടെ എന്ത് കാര്യം നടക്കുകയാണെങ്കിലും അന്തിമ തീരുമാനം എടുക്കുന്നത് ആരായിരിക്കും? ഈ ഒരു ഊര് മൂപ്പനായിരിക്കും. ഇനി ഗ്രാമസമൂഹത്തെ പറ്റിയിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, നോക്കാം. പരമ്പരാഗത ഗ്രാമസമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം. അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരിക്കും. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും. ജീവിത രീതികൾ സങ്കീർണമല്ല. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് പരമ്പരാഗത ഗ്രാമസമൂഹങ്ങളിൽ മുഖ്യം.
കൈത്തൊഴിലുകൾ, കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തു നിർമ്മാണം തുടങ്ങിയവയും ഗ്രാമീണരുടെ ഉപജീവന മാർഗങ്ങളാണ്. പരമ്പരാഗത ഗ്രാമങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. പല ഗ്രാമീണ കൂട്ടുകുടുംബങ്ങൾക്കും അവരുടേതായ കുലത്തൊഴിലുകൾ ഉണ്ടായിരുന്നു. അയൽപക്ക ബന്ധത്തിന് ഗ്രാമം പ്രാധാന്യം നൽകുന്നു. സുഖത്തിലും ദുഃഖത്തിലും അവർ ഒത്തുചേരുന്നു. ചടങ്ങുകളിലും ഉത്സവങ്ങളിലും പൊതുവെ എല്ലാവരും പങ്കെടുക്കുന്നു. ഗ്രാമീണർ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. ഉത്സവങ്ങൾക്ക് ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കൊയ്ത്തുത്സവങ്ങൾ ഗ്രാമത്തിലെ പ്രധാന ആഘോഷമായിരുന്നു. ഇതൊക്കെ ഒരു ഗ്രാമസമൂഹത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് സവിശേഷതകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വായിച്ചു പോവാം. ഗ്രാമങ്ങളിൽ പലതും പഴയ രൂപത്തിൽ തന്നെ നിലകൊള്ളുന്നില്ല. ഗ്രാമങ്ങൾ പട്ടണങ്ങളായും പട്ടണങ്ങൾ നഗരങ്ങളായും ചില നഗരങ്ങൾ വൻ നഗരങ്ങളായും മാറുന്നു. നഗരം ഗ്രാമങ്ങളിലുള്ളവരെ തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിലൂടെ ആകർഷിക്കുന്നു. മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, കൊച്ചി തുടങ്ങിയ നഗരങ്ങളിലേക്ക് വ്യാപകമായ കുടിയേറ്റമാണ് നടക്കുന്നത്. അല്ലേ, ഇപ്പം ഗ്രാമങ്ങളൊക്കെ ആണെങ്കിൽ വളരെ കുറവല്ലേ, കൂടുതൽ എന്തായി മാറുകയാണ്, പട്ടണങ്ങളായിട്ട് മാറുകയാണ്. പിന്നെ അതുമല്ല, നല്ല നഗരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ജോലിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുമൊക്കെ എന്ത് ചെയ്യുന്നുണ്ടോ, നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നുമുണ്ട്. ഇനി നമ്മൾ നഗര സമൂഹത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ ഗോത്ര സമൂഹം പറഞ്ഞു, പിന്നെ ഗ്രാമസമൂഹം പറഞ്ഞു. ഇനി നഗര സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ നോക്കുകയാണെങ്കിൽ വൈവിധ്യങ്ങളുടെ കേന്ദ്രമാണ്. അതായത് പല ഭാഷകൾ സംസാരിക്കുന്നു, പല വേഷങ്ങൾ അണിയുന്നു, വിവിധ ഭക്ഷണ രീതികൾ പിന്തുടരുന്നു. പിന്നെ പലവിധ തൊഴിലുകളുടെ ദേശം. വ്യവസായത്തോടും വ്യാപാരത്തോടും ബന്ധപ്പെട്ട തൊഴിലുകൾ വിവിധ സാമ്പത്തിക സാമൂഹിക വർഗങ്ങളെ ഉണ്ടാക്കുന്നു. തൊഴിൽ സംഘടനകൾ രൂപം കൊള്ളുന്നു. വലിയ കെട്ടിടങ്ങളുടെ കേന്ദ്രം. ഫ്ലാറ്റുകൾ, മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ബംഗ്ലാവുകൾ. നാഗരിക ജീവിത രീതികൾ. ഫാഷനുകൾ, ആധുനിക ജീവിതശൈലികൾ, വൈവിധ്യപൂർണമായ ജീവിതശൈലികൾ. പിന്നെ കൂടുതൽ ജനസാന്ദ്രത ഉണ്ടായിരിക്കും. ചേരി പ്രദേശങ്ങളൊക്കെ എന്താണ്, നഗര സമൂഹത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഈ ഒരു ഗോത്ര സമൂഹം, ഗ്രാമസമൂഹം, നഗരസമൂഹം, ഈ ഒരു 3 സമൂഹങ്ങളെ പറ്റി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി നോക്കാം. ഭൂരിഭാഗം ഗോത്ര സമൂഹങ്ങളും മലയോരങ്ങളിലോ മറ്റു ഉൾപ്രദേശങ്ങളിലോ ആണ് ജീവിക്കുന്നത്. ഗോത്ര സമൂഹത്തിന് തനതായ സംസ്കാരവും ജീവിത രീതിയും ഉണ്ട്. ഗോത്ര സമൂഹത്തിൻ്റെ ഭാഷയും സംസ്കാരവും വാമൊഴിയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. ഗ്രാമത്തിൻ്റെ സവിശേഷതകളാണ് പ്രാഥമിക ബന്ധം, കൃഷിയിൽ അധിഷ്ഠിതമായ തൊഴിലുകൾ, കുടുംബ അയൽപ്പക്ക ബന്ധങ്ങളുടെ പ്രാധാന്യം, ആഘോഷങ്ങളുടെ സ്വാധീനം തുടങ്ങിയവ. സാമൂഹിക വൈവിധ്യം, തൊഴിൽ വിഭജനം, സാമൂഹിക ചലനക്ഷമത എന്നിവ നഗര സമൂഹത്തിൻ്റെ പ്രത്യേകതകളാണ്. ചേരികൾ, മലിനീകരണം, ഗതാഗത കുരുക്ക് തുടങ്ങിയവയാണ് നഗര സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നതിൽ ചിലതാണവ. ചിട്ടയോടെയുള്ള ആസൂത്രണത്തിലൂടെ നഗരത്തിലെ മിക്ക പ്രശ്നങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പരിഹരിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, നമുക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സും കൂടെ കഴിഞ്ഞാൽ 12ാമത്തെ ചാപ്റ്ററും കൂടെ എടുത്താൽ നമുക്ക് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യലിലേക്ക് കടക്കാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.